സ്റ്റോറി ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഇത് രാജമഹലിയുടെ ഇതിഹാസം ബാഹുബലി ദ ഗ്രേറ്റ്. ഇതിന് ശേഷമോ ഇതിനു മുമ്പോ ഇതുപോലെ ഒരു പടം വന്നിട്ടില്ല. ബാഹുബലി തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഇത് എപ്പിക്കാണ്. സൂപ്പർ പടം, അടിപൊളി പടം, ഒന്നും പറയില്ല. ഓൾറെഡി അറിയാലോ ബാഹുബലി എന്താണെന്ന്. എക്സ്ട്രാ സീൻസ് ഉണ്ട്, BGMs ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാജമഹലി സംഭവം എക്സ്ട്രാ സൗണ്ട് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് എഫക്ട് എല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പറാണ്. പിക്ചർ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ക്വാളിറ്റി ചില സമയത്ത് സ്ക്രീൻ ലാഗ് ഉണ്ടായിരുന്നു, എങ്കിൽ പോലും സിനിമ അടിപൊളിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അന്ന് മിസ്സായവർക്കുള്ള പെർഫെക്റ്റ് ഇതാണ്. 3 മണിക്കൂറിലേക്ക് പോകുന്ന അറിയില്ല, അത്രയും കിട്ടുന്ന പടം. പക്കായിട്ട് കട്ട് ചെയ്ത് എല്ലാം ഒരു മിസ്സായിട്ടൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും വേറെ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ? എഫക്ട്സും ഒരു എക്സ്ട്രാ 3 സീൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എക്സ്ട്രാ എഫക്ട്സ് ഒന്നുമില്ല. ബ്രോ, ഇത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം, ഇതുവരേക്കും ബാഹുബലിക്ക് ശേഷം ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ പടം വന്നിട്ടില്ല. അതിന് മുമ്പും വന്നിട്ടില്ല. ഇത് വൺ റേഞ്ച് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. 4 മണിക്കൂർ പടമുണ്ട്. 4 മണിക്കൂറാണെങ്കിൽ പോലും റീ റിലീസ് നടത്തിയിട്ടും ഓരോ സീൻ നമുക്ക് ഗൂസ് ബംസ് കയറണമെങ്കിൽ അത്ര റേഞ്ചിൽ കയറ്റുന്നുണ്ട്. അഡീഷണൽ 1 മിനിറ്റ് ഒരു എക്സ്ട്രാ ഒരു സീന് കയറ്റിട്ടുണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ല. ക്യാരക്ടർ റിലേഷനൊക്കെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നമുക്ക് വൺ രോമാഞ്ചം തോന്നും. ആ റേഞ്ചിലാണ് പടം ചെയ്തിരിക്കുന്നത്. രാജമൗലി എന്ന് പറഞ്ഞ ഒരു ഐക്കോണിക് ബ്രാൻഡ് തന്നെയാണ് അന്ന് ഇന്നും. ഇതിന് ശേഷമോ ഇതിന് മുമ്പോ ഇതുപോലെ ഒരു പടം വന്നിട്ടില്ല. ബാഹുബലി തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഇത് എപ്പിക്കാണ്. നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് റീകട്ട് വെർഷനാണ്, അപ്പം കുറെ മൊത്തത്തിൽ മാറ്റമുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. സ്റ്റോറി ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഒന്നും കിട്ടില്ല. ഇങ്ങനത്തെ ഒരു സിനിമ ഡയറക്ടർ എടുത്ത് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. രാജമൗലിക്ക് ഒരു ബിഗ് സല്യൂട്ട് കേട്ടാ. ഉള്ള കാര്യം രാജമൗലിക്ക് ഒരു ബിഗ് സല്യൂട്ട്. പുതിയ ഈ ഇന്ത്യൻ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാർട്ട് 3 കട്ട വെയിറ്റിംഗ് ആണ് നമ്മൾ. പടം കഴിഞ്ഞ് എൻഡ് ക്രെഡിറ്റ് സീനുണ്ട്. ആരും മിസ് ഔട്ട് ചെയ്തിട്ട് രാജമൗലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തരുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒരു സീനുണ്ട്, അത് കളയരുത് ആരും. അത് മസ്റ്റായിട്ട് ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയാൽ നമുക്കേ പറയാൻ പറ്റുമോ. ഇനി അടുത്ത ഷോ കാണാൻ വരുന്നവരെല്ലാവരും തിയേറ്റർ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാഹുബലി ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒന്നും കൂടി തിയേറ്ററിൽ റീ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കുറച്ച് സോങ്സ് ഒക്കെ മിസ്സായിരുന്നു, പക്ഷേ ഓവറോൾ പുതിയ സീൻസ് ഒക്കെ ആഡ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ സീൻസ് ആണ്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ച് മാറിയായിരുന്നു, പക്ഷേ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. സാറ്റിസ്ഫൈഡ് ആണോ? ഓ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. 3 മണിക്കൂർ ലാഗ് അടിക്കുന്നുണ്ടോ? ലാഗൊന്നുമില്ല. ലാഗ് കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അത് നറേഷനാണ്. അവർ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ, പിന്നെ സോങ്സ് ആണ് അവർ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഒരു ഇതില്ല. പിന്നെ ബാക്കി സീൻസൊക്കെ അവർ മെയിൻ സീൻസൊക്കെ അവർ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ചെറിയ സീൻസ് അവിടെ ചെറിയ കട്ട്സാണ്. അതുകൊണ്ടാണ് ഈ 3-4 മണിക്കൂറിലോട്ട് കൺവേർട്ടായെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ സൗണ്ട് എഫക്ട്സ് ചെറിയ അവിടെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ ഒരു പ്രോപ്പർ റീ റിലീസ് പറയുമ്പോൾ പാട്ടിന് വേണ്ടി പോവുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കാരണം അവർ ടൈം ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടി കുറേ പാട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്ങും ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ എല്ലാം നല്ല. പിന്നെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ? സൗണ്ട് എഫക്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ചില 2-3 സീൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സീൻസ് ഒക്കെ പിക്ചർ ക്വാളിറ്റിയിൽ മിസ് ആവുന്നുണ്ടോ? അതോ പക്ക ക്വാളിറ്റി ഒക്കെയാണോ? ക്വാളിറ്റി എല്ലാം എനിക്ക് അപ്പം തന്നെ ഫിലിം ചെയ്തതാണ്, അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് അങ്ങനെ അലൈനായിട്ട് പോകുന്നു. സിനിമ എന്ന് പറയുന്നത് വിജ്ഞാനകോശമാണ്. ഇത് എപ്പിക്കാണ്. എപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിഹാസമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് ലോകത്തിൽ 4 എണ്ണമാണ്. ഭാരതത്തിൽ വാൽമീകിയുടെ രാമായണം, വ്യാസന്റെ മഹാഭാരതവും, ഹോമറുടെ ഇലിയഡും ഒഡീസുമാണ്. ഇത് രാജമഹലിയുടെ ഇതിഹാസം ബാഹുബലി ദ ഗ്രേറ്റ്. ഗുഡ്, പറയാൻ പറ്റില്ല. എല്ലാം ഏത് മേഖല എന്നെടുത്ത് നോക്കിയാലും സിനിമ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാക്കി മാറ്റിയിരിക്കുകയാണ് രാജമൗലി. അത് വാക്കുകൊണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക്. നേരത്തെ കണ്ട അതേ ഫീലാണ് ഇപ്പോഴും കണ്ടപ്പോഴും കിട്ടിയത്? അങ്ങനെയല്ലോ, അതിനേക്കാളും ഉയരെയാണ് നമ്മൾ എത്തുന്നത്. ഞാൻ അതേ തിയേറ്റർ, അതേ പ്രൊജക്ടിന് മുന്നിൽ അതേപോലെ ഇരുന്ന് കണ്ടു 10 വർഷത്തിന് ശേഷം. അതിൻ്റെ എത്രയോ മുകളിലാണ് എനിക്ക് കിട്ടിയ അനുഭവം. പിന്നെ അറിവാണിത്. സോ ഗ്രേറ്റ്. ബാഹുബലിയെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യൻ സിനിമയിൽ ഇതിഹാസം തീർത്തൊരു ചിത്രമല്ലേ. ആ 2 പാർട്ടായിട്ട് ഇറങ്ങിയതിന് ഒറ്റ പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ദൃശ്യാനുഭവമാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും മിസ്സാവാതെ നമുക്ക് ഫുൾ ടൈം
ആ പഴയ നമ്മൾ ആദ്യം കണ്ട അതേ ഫീൽ തന്നെയാണ് തിയേറ്ററിൽ ഈ എക്സ്പീരിയൻസ് ഒരിക്കൽ കൂടി കാണുമ്പോൾ കിട്ടുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ എനർജി. 1-2 സീൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് അത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കി പോകും. ഡെഫിനറ്റ്ലി. കാരണം എന്താ പറയുക, വീണ്ടും പ്രേക്ഷകരെല്ലാം വീണ്ടും ഓരോ സീനിൽ ആ പ്രകമ്പനം കൊള്ളിക്കുകയും കൈയടിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത് വലിയ എൻ്റർടൈനർ തന്നെയാണ് നമുക്ക്. കാരണം 3.25 മണിക്കൂർ വീണ്ടും നമ്മൾ തിയേറ്ററിലേക്ക് 2 എപ്പിക്കും കൂടെ ഒരു ഒറ്റ എപ്പിക്കായി വരികയും 3.25 മണിക്കൂർ ആയിട്ട് പോലും ആ റേറ്റൊക്കെ നമുക്ക് അതേ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉറപ്പായിട്ടും ഇതിപ്പം വീണ്ടും നമ്മളെ വിദ്യാർത്ഥികളെ നമ്മളെ കുട്ടികളെയൊക്കെ ഒരുപാട് ഇമ്പ്രസ് ചെയ്യും, നല്ല രീതിയിൽ കയറി കൊളുത്തും. കാരണം ഇത്രയും ഒരു രീതിയിലൊരു സിനിമ മലയാളത്തിൽ ഇതാദ്യമായിട്ടാണ് ചിലപ്പോൾ ഇറങ്ങുന്നത്. ശരി, വന്നിട്ടുള്ള ആ ഒരു മാറ്റം ഇടയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതിന് പകരം അത് ഷോർട്ട് ചെയ്ത് കാണിക്കുമ്പോഴേ അതിൻ്റെ ഡൗട്ട് ഫസ്റ്റ് മാത്രം കണ്ടവരുണ്ടാവും, ഒരുപക്ഷെ സെക്കൻഡ് മാത്രം കണ്ടവരുണ്ടാവും. ആ ഫസ്റ്റ് സെക്കൻഡിനകത്തും കണ്ടിട്ട് ഡൗട്ട് ഉണ്ടുള്ളവരുണ്ടാവും. അത് മൊത്തത്തിൽ ഇതിനകത്ത് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്, ക്ലൈമാക്സിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓവറോൾ സൂപ്പർ.